ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിലവിൽ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് അത്യാവശ്യം നല്ലൊരു കയറ്റത്താണ്. വാഹനം ഓടിക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് കയറ്റങ്ങളിലെ ഏറ്റവും വലിയ ഡ്രൈവിങ്ങിലെ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്, ഒന്ന്, കയറ്റത്തൊരു വാഹനം പുറകിലേക്ക് കുറച്ചു പോലും പോകാതെ മുന്നോട്ടെടുക്കാനായിട്ട് പലർക്കും അറിയത്തില്ല. വണ്ടി എടുക്കുന്ന സമയത്ത് എന്തായാലും വണ്ടി കുറച്ച് ബാക്കിലേക്ക് റോളാകുന്ന ഒരു പ്രശ്നം വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് പേർക്കുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ബിഗിനേഴ്സിന് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, വാഹനം എടുക്കുന്ന സമയത്ത് നിരന്തരം വണ്ടി ഓഫായി പോകും. അതായത് ഒരു 2-3 തവണയെങ്കിലും വാഹനം ഓഫായി പിന്നീട് വാഹനം എടുക്കുന്ന സമയത്ത് മാത്രമേ പലർക്കും തന്നെ ഒരു വാഹനം കയറ്റത്ത് മുന്നോട്ടെടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ 1 ഇഞ്ച് പോലും വാഹനം ബാക്കിലേക്ക് റോളാകാതെയും, അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ഒരു വാഹനം കയറ്റത്ത് വളരെ വേഗത്തിൽ തന്നെ എളുപ്പത്തിൽ ഒരുപാട് ടൈം എടുക്കാതെ തന്നെ വാഹനം മുന്നോട്ടെടുക്കാനായിട്ടുള്ള ഒരു കിടിലൻ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു വാഹനവുമായിട്ട് നിൽക്കുന്നത് നല്ലൊരു കയറ്റത്തോടു കൂടിയ ഒരു റോഡാണ്. അതായത് ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കയറ്റത്തിന്റെ അളവ് കൂടുന്ന ഒരു റോഡിലാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള റോഡിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു വാഹനം ബാക്കിലേക്ക് പോകാതെയും, അതുപോലെ തന്നെ ഫസ്റ്റ് ടൈം വണ്ടി എടുത്തു പോകണം. അതിനുള്ള ഒരു പ്രാക്ടീസ് നിങ്ങൾ എടുക്കണം. അതിനുവേണ്ടി നിങ്ങൾ ഇത്തരത്തിൽ ഉള്ള ഒരു റോഡ് സെലക്ട് ചെയ്യുക. ഒരുപാട് തിരക്കില്ലാത്ത ഒരു റോഡ് സെലക്ട് ചെയ്യുക. ഒപ്പം തന്നെ വാഹനം ഓടിക്കാനായിട്ട് അറിയാവുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തി മാത്രം പ്രാക്ടീസ് ചെയ്യുക. ലേണേഴ്സ് ലൈസൻസ് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം പ്രയോറിറ്റി നൽകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പെഡലുകൾ, അതായത് ക്ലച്ച്, ബ്രേക്ക്, ആക്സിലറേറ്റർ, ഈ 3 പെഡലുകൾ നിങ്ങൾ ബാലൻസ് ആക്കാനായിട്ട് പഠിക്കണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ വണ്ടി മുന്നോട്ട് എടുത്ത് പോകുക എന്നുള്ളതല്ല, ബാലൻസ് ആക്കുക എന്നുള്ളത് ചെയ്യുക. ഇതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുക. ശേഷം നമ്മൾ വാഹനം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ചേർത്തിടുന്നു. ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ഇതുപോലെയുള്ള കയറ്റങ്ങളിൽ വാഹനം മുന്നോട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് ഹാഫ് ക്ലച്ചിൽ വാഹനം ഓഫ് ആകാതെ നമ്മളുടെ ഇടത്തെ കാല് ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് പഠിക്കണം. ഈ ട്രിക്കാണ് നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രിക്കുണ്ട്. നമ്മുടെ വണ്ടി ബാക്കിലേക്ക് പോകാതിരിക്കാനും ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യാനും ഒരു സിമ്പിൾ ട്രിക്കുണ്ട്. അതിന് വേറെ ഒന്നും ചെയ്യേണ്ടത്, നിങ്ങൾ കയറ്റങ്ങളിൽ ഇതുപോലെ ബ്രേക്കിൽ അങ്ങോട്ട് ചവിട്ടി പിടിക്കുക. ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യരുത്, വണ്ടി ബാക്കിലേക്ക് റോൾ ആകും. എന്നിട്ട് പതുക്കെ ഇടത്തെ കാലിനെ ഫ്രീ ആക്കുക. ഇതുപോലെ ഫ്രീ ആക്കിയിട്ട് നമ്മൾ ക്ലച്ചിൽ നിന്ന് പതിയെ കാലിങ്ങോട്ട് അയക്കുക. അയച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ വാഹനത്തിന്റെ സൗണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് സൗണ്ട് സ്മൂത്ത് ആയിരിക്കും. ക്ലച്ച് ഇങ്ങോട്ട് അയച്ചയച്ച് പതിയെ തുടങ്ങുന്നതിനനുസരിച്ച് വാഹനത്തിന്റെ സൗണ്ടിന് വേരിയേഷൻ വരും. വാഹനത്തിന്റെ സൗണ്ടിന് വേരിയേഷൻ വരുമെന്ന് പറഞ്ഞാൽ വാഹനത്തിന്റെ സൗണ്ടിന് ചെറിയൊരു വിറയിൽ വന്നു തുടങ്ങും. ഈ വിറയിൽ വരുന്ന ആ നിമിഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഒന്ന് ഇടത്തെ കാലം അവിടെ ബാലൻസ് ചെയ്യുക. എവിടെയാണോ വിറയിൽ വന്ന് തുടങ്ങുന്നത് ആ പോയിന്റ് നിങ്ങൾ ഇടത്തെ കാലം ഒന്ന് ബാലൻസ് ചെയ്യുക. എന്നിട്ടാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം വിറയിൽ തുടങ്ങിയ പോയിന്റ് നമ്മളിവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചല്ലോ. ഇനി നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചായിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി ഓഫ് ആകും. അപ്പോൾ ഓഫ് ആകാതിരിക്കാനായിട്ട് ഈ വിറയൽ പോയിന്റ് മുതൽ നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ നിങ്ങളുടെ ഇടത്തെ കാലിൽ ക്ലച്ചേ കൊടുക്കാവോ അത്രത്തോളം ശ്രദ്ധ കൊടുത്തിട്ട് എത്രത്തോളം പതുക്കെ ക്ലച്ച് എന്ന് കാലയക്കാമോ അത്രത്തോളം പതുക്കെ ക്ലച്ച് എന്ന് കാലയക്കുക. ഇതുപോലെ ഞാൻ സൗണ്ട് ശ്രദ്ധിക്കുകയാണ്. കണ്ടോ, ഇപ്പോൾ വണ്ടിക്കുള്ളിൽ നല്ലൊരു വിറയിൽ വന്നു. ആ വിറയൽ പോയിന്റ് ഞാൻ ബാലൻസ് ചെയ്ത് പിടിച്ചു. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ആ വിറയൽ പോയിന്റ് ബാലൻസ് ആയി പിടിക്കാനും ആ വിറയൽ പോയിന്റ് തെറ്റാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം, ഈ കാലിൻ്റെ എൻഡ്, ഇടത്തെ കാലിൻ്റെ എൻഡ് നമ്മളിവിടെ ബാലൻസ് ചെയ്ത എൻഡ് ഫ്ലോറിലേക്ക് ഒന്ന് പതുക്കെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം പതിയെ ബ്രേക്ക് എന്നൊന്ന് അയക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടോ, ഒന്നെങ്കിൽ നിങ്ങളുടെ വണ്ടി പതിയെ മുന്നോട്ട് നീങ്ങും, അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി കൃത്യമായിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലായിരിക്കും. നല്ല വിറയിൽ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിക്കും. ഇതുകൊണ്ടോ ഞാൻ ബ്രേക്ക് എന്ന് അയച്ചു, പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത്. കണ്ടോ, ഇപ്പം ബ്രേക്കിന്റെ സഹായമില്ലാതെ ചെറിയൊരു കയറ്റത്ത് എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യണം, ബ്രേക്ക് ഇവിടെ നമ്മൾ അയഞ്ഞാൽ ഉടൻ തന്നെ അടുത്ത ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആക്സിലറേഷൻ എത്രയാണ് കൊടുക്കേണ്ടത്,
അവിടെയാണ് നിങ്ങൾ ഈ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ടെക്നിക്ക് ഒളിഞ്ഞിരിക്കുന്നത്. കയറ്റത്തിൻ്റെ അളവനുസരിച്ച് ആക്സിലറേഷൻ കൊടുക്കുക. ഇപ്പോൾ ചെറിയ കയറ്റമാണെങ്കിൽ ഒത്തിരി ആക്സിലറേഷൻ വേണ്ട, ലൈറ്റ് ആക്സിലറേഷൻ മതി. അതായത് നമ്മളിത് ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ആ വിറയൽ സൗണ്ടിൽ വേരിയേഷൻ വരുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത വിറയൽ സൗണ്ടിന് വേരിയേഷൻ വന്നിട്ട് സ്മൂത്ത് ആവാൻ വേണ്ടി ആക്സിലറേഷൻ ഞാൻ ശകലം കൂടുതലായിട്ട് അങ്ങോട്ട് കൊടുത്തു പിടിച്ചു. എന്നിട്ട് അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുക. അങ്ങനെ കാലയക്കുന്നതിനോടൊപ്പം പതിയെ ആക്സിലറേഷൻ കൂടെ മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, വണ്ടി 1 ഇഞ്ച് പോലും ബാക്കിലേക്ക് പോകത്തുമില്ല. നിങ്ങൾക്ക് വാഹനം വളരെ സുഖകരമായിട്ട് മുന്നോട്ട് എടുത്തു പോകാനായിട്ട് കഴിയും. അപ്പം നിങ്ങൾക്ക് വീണ്ടും ഒരു വലിയൊരു ചോദ്യം ഉണ്ടാവും. ഇതിപ്പം നിങ്ങൾ ചെറിയൊരു കയറ്റത്തല്ല വണ്ടി ഇങ്ങനെ എടുത്തത്, കയറ്റത്തിന് അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വലിയ കയറ്റത്താണെങ്കിൽ ഇതിങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും വലിയ കയറ്റത്ത് പറ്റും. ഞാനത് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം കയറ്റത്തിൻ്റെ അളവ് നല്ല രീതിയിൽ കൂടുന്ന ഒരു ഭാഗത്ത് എൻ്റെ വണ്ടി കൊണ്ടുപോയി ഞാൻ നിർത്താണ്. നിങ്ങൾ നോക്കുക, ഇവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തി, സൈഡിലും ചെറിയൊരു ഗട്ടറുള്ള ഏരിയയിലാണ് എൻ്റെ വാഹനം നിർത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് ഞാൻ സെയിം ടെക്നിക്ക് നിങ്ങളെ ചെയ്ത് കാണിക്കാം. ബ്രേക്കിൽ എൻ്റെ കാലുണ്ട്, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലും കൊണ്ട് ഞാൻ റിലീസ് ചെയ്ത് വരികയാണ്. വണ്ടിയുടെ സൗണ്ട് ശ്രദ്ധിക്കുന്നു. വാഹനത്തിൻ്റെ ഉള്ളിൽ വിറയൽ വന്നു തുടങ്ങി. അവിടെ മുതൽ നല്ല ശ്രദ്ധ ഇനി ഇടത്തെ കാല് ക്ലച്ച് കൊടുക്കുകയാണ്. വാഹനം നന്നായിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ആ വിറയൽ പോയിന്റ് ഞാൻ ഇവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. എന്നിട്ട് ഇടത്തെ കാലിന്റെ എൻഡ് ഫ്ലോറിലേക്ക് ചവിട്ടി വെച്ചു. ബ്രേക്കിൽ അയച്ചു. വണ്ടി കയറ്റത്ത് നിൽപ്പുണ്ട്. ബ്രേക്കിൽ ഞാൻ അയച്ചു. ഇത് കണ്ടോ, വണ്ടി കയറ്റത്ത് നിൽക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് കയറ്റത്തിന് അളവനുസരിച്ച് ആക്സിലറേഷൻ കൊടുക്കുന്നു. അതിന് നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ആ വിറയൽ സൗണ്ടിൽ മാറ്റം വരണം. ആക്സിലറേഷൻ ഞാൻ മുന്നോട്ട് കൊടുത്തു, ആ വിറയൽ സൗണ്ടിൽ നല്ല മാറ്റം വന്നു. അപ്പോൾ കയറ്റത്തിന് അളവ് കൂടുതലായതുകൊണ്ട് കൂടുതൽ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചപ്പോൾ വണ്ടി നീങ്ങി. വീണ്ടും നിർത്താം. ക്ലച്ച് ആദ്യം ചവിട്ടുക, ബ്രേക്കിലേക്ക് വരിക. വണ്ടി നിർത്തുമ്പോൾ അങ്ങനെ നിർത്തുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? വീണ്ടും വിറയൽ പോയിന്റ് ആദ്യം ഒന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും പതുക്കെ ക്ലച്ച് അയച്ച് നല്ല വിറയൽ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു. ഇടത്തെ കാലിന്റെ എൻഡ് ഫ്ലോറിലേക്ക് വെക്കുന്നു. ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തു പിടിച്ചുകൊണ്ട് ഈ വിറയൽ പോയിന്റിൽ നിന്ന് പതിയെ അയച്ചെടുത്തപ്പോൾ നമ്മുടെ വാഹനം കണ്ടോ വളരെ സുഖകരമായിട്ട് ഈ കയറ്റത്തെടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ഒരു വാഹനം ഇതുപോലെ കയറ്റത്തെടുക്കാനായിട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതിന് നിങ്ങൾ ആദ്യം പോയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ നിങ്ങൾ ഹാഫ് ക്ലച്ചിനെ ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് ഡ്രൈവിങ്ങിൽ ആദ്യത്തെ ഒരു കടമ്പ. പല ആൾക്കാർക്ക് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി എടുക്കുമ്പോൾ ഓഫായി പോകും. അപ്പോൾ ആ ഒരു കാര്യം പോലും നിങ്ങൾ കറക്റ്റായി പഠിക്കാതെ നിങ്ങളൊരു കയറ്റത്ത് വണ്ടി എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകുമല്ലോ. അപ്പം നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഓഫാകാതെ എടുക്കുക. നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഓഫാകാതെ എടുക്കാൻ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. ഇപ്പം ഞാൻ ചെയ്ത ആ സെയിം ടെക്നിക്ക് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ എടുക്കാം. കാരണം നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമെന്ന് പറയുന്നത് വാഹനം നമ്മൾ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും വണ്ടി ബാക്കിലേക്ക് പോകില്ല. കാരണം സ്ട്രെയിറ്റ് റോഡിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ക്ലച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഇതുകൊണ്ട് ഇപ്പം ഞാൻ ക്ലച്ച് ബാലൻസ് ചെയ്ത് പിടിച്ചേക്കും. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ ക്ലച്ച് ഇവിടെ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്ന സമയത്ത് തന്നെ നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ വണ്ടി ഇതുപോലെ അങ്ങ് നിന്നോളും. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ പതിയെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുക. എന്നിട്ട് പതിയെ ക്ലച്ച് എന്ന് അയച്ചു കഴിഞ്ഞാൽ ഒരു വാഹനം നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ നിങ്ങൾ വാഹനം പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം വീണ്ടും നമുക്ക് നാളെ മറ്റൊരു അറിവുമായിട്ട് കാണാം. ഓക്കെ, ബൈ.